ഹായ് ഫ്രണ്ട്സ്, ആർബി ടെക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു മൾട്ടിമീറ്ററിനെ കുറിച്ച് ബേസിക് ടെസ്റ്റുകൾ എങ്ങനെ അല്ലെങ്കിൽ മെഷർമെൻറ്റുകൾ എങ്ങനെ ചെയ്യാന്നുള്ളതും അതിലെ മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ്. മൾട്ടിമീറ്റർ ഇതൊരു സാധാരണ മൾട്ടിമീറ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കിത് പുറത്തുള്ള മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, ഇലക്ട്രിക് ഷോപ്പുകളിലൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ളൊരു നോർമൽ മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ടുള്ള 3 നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്ന 3 മെഷർമെൻറ്റുകൾ അല്ലെങ്കിൽ 3 റീഡിങ്സുകളൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിൽ അടുത്ത ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിക്കോളൂ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അളവുകളൊക്കെ നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വി എന്ന് 2 സൈഡിലും വി കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. വി വോൾട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. വോൾട്ട് എന്ന് പറയുമ്പോൾ 2 തരം വോൾട്ടേജുകളാണ് വരുന്നത്. ഒന്ന് ഡി സിയും അതുപോലെ തന്നെ എ സിയും. അപ്പോൾ ഈ കാണുന്നത് വിയുടെ തൊട്ടരികിലായിട്ട് ഒരു വേവ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ സിമ്പിൾ വരുന്നത് നമ്മൾ എ സി ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിയുടെ സൈഡിലായിട്ട് ഒരു സ്ലാഷും അതുപോലെ തന്നെ എന്താണ് അതിൽ 3 ഡോട്ടും കാണാൻ പറ്റും. ഇത് ഡി സി ആണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഡി സിയും റൈറ്റ് സൈഡിൽ എ സിയും. ഓക്കെ, ഈ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എ സി ആണെന്നും ഡി സി ആണെന്നുള്ളത്. ഓക്കെ, നമ്മളെ വീടുകളിലൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി കറണ്ട് അതൊക്കെ എന്താണ് നമ്മൾ എ സിയിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്താണ് 750 വോൾട്ടും അതുപോലെ തന്നെ 200 വോൾട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വീട്ടിലെ കറണ്ട് ആയാലും ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളിലൊക്കെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് എ സി വോൾട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പുറത്തേക്ക് കാണുന്ന ഒരു 20 മുതൽ 200, 1000 വരെ 1000 വോൾട്ട് വരെ നമുക്ക് എന്താണ് ഡി സി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഓഫിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഓരോ ഡയറക്ഷനിലോട്ട് തിരിക്കുമ്പോൾ മൾട്ടിമീറ്റർ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തിരിച്ചിരിക്കുന്നത് 1000 വോൾട്ടാണ്. ഈ സൈഡിലോട്ട് തിരിക്കുമ്പോൾ 200 വോൾട്ടിലോട്ട് അതുപോലെ തന്നെ 20 വോൾട്ടിലോട്ട്. ഇനി ഓരോ വോൾട്ടിലും ഇട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ് നമുക്ക് ഡി സി വോൾട്ടേജിനെ കുറിച്ച് പറയാം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഒരു ആവശ്യകത വരുന്നത്, അതായത് ഇലക്ട്രീഷ്യൻ ഒഴികെ നമുക്ക് എന്താണ് നമുക്കൊരു വാഹനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസേജ് വരുന്നതാണ് എന്താണ് ഡി സി വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഡി സി വോൾട്ടിനെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യാൻ പഠിക്കുക. അതായത് ഒരു ബാറ്ററിയുടെ വോൾട്ടേജും അതുപോലെ തന്നെ അതിൻ്റെ വയറുകളുടെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് അതിന് ബേസിക്കായിട്ട് ഒരു സാധാരണ ബാറ്ററികൾ എങ്ങനെ, അതായത് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ആയാലും നമ്മൾ സാധാരണ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയൊക്കെ വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ നോബ് തിരിച്ചിട്ട് എന്താണ് നമ്മൾ വോൾട്ടേജിൻ്റെ ഡിജിറ്റ്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 20 വോൾട്ടേജിലോട്ട് ആദ്യം ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, 20 ഡിജിറ്റ്സിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മളെ ലീഡ് എന്താണ് 2 ലീഡുകൾ നമുക്കുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, 2 ലീഡുകളാണ് വരുന്നത്. അത് റെഡും അതുപോലെ തന്നെ ബ്ലാക്കും ലീഡ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സൂചിപ്പിക്കുന്നു. അതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് 2 കളറുകളായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 2 അറ്റത്തായിട്ട് ഇതുപോലെ നമുക്ക് കണക്ടർ പോലെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമുക്ക് ബ്ലാക്ക്, അതായത് നെഗറ്റീവ് എന്താണ് ഇവിടെ കോമൺ എർത്തിങ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ എർത്തിങ് പോയിന്റ് കാണിച്ചിരിക്കുന്ന സോക്കറ്റിലേക്ക് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക. ഓക്കെ, ശേഷം രണ്ടാമത്തത് ഇതിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒരെണ്ണം 10 ആംപിയർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ 10 ആംപിയർ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഹൈ കറണ്ട് ചെക്ക് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് വൺ സെൻട്രൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ്, ഓം, ആംപിയർ, റെസിസ്റ്റൻസ് എല്ലാം ചെക്ക് ചെയ്യുന്നത് സെൻട്രലാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ബേസിക്സ് ആയതുകൊണ്ട് സെൻട്രൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ നോബ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് എന്താണ് നമുക്കിനി ഒരു ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് വേണ്ടത് ഇനി ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമ്മളൊരു 12 വോൾട്ട് ബാറ്ററി നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം എന്താണ് ഓക്കെ നമ്മളൊരു 12 വോൾട്ട് ആമറോണിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. നമ്മൾ ലീഡ്സ് ആയതിന് തന്നെ നമുക്ക് ഇതിലെ ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ലീഡ്സ് നമ്മളെന്താണ് ഈ ടെർമിനലിലോട്ട്
കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക വോൾട്ടേജ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ലീഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് -10 വോൾട്ടാണ് കാണിക്കണത്. ഓക്കെ, എന്താണ് മൈനസ് കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ, അതായത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് പ്ലസ്സിൽ ബ്ലാക്കും നെഗറ്റീവിൽ റെഡും, അതായത് മൈനസിൽ റെഡും. ഓക്കെ, ഞാൻ കൊടുത്തിരിക്കുന്നത് തെറ്റായൊരു ഓപ്ഷനിലായതുകൊണ്ടാണ് അവിടെ മൈനസ് റീഡിങ് വന്നിരിക്കുന്നത്. അതായത് പോസിറ്റീവ് എന്താണ്, പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് മൈനസിലായതുകൊണ്ടാണ് അവിടെ മൈനസ് കാണിക്കുന്നത്. ഓക്കെ, നമ്മളെ ലീഡ്സ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ലീഡ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇതിലിപ്പോൾ 10 വോൾട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ബാറ്ററി എന്താണ്, ഫുൾ ചാർജ്ഡ് അല്ല. ഇതിലങ്ങനെ 10 വോൾട്ട് ഉള്ളൂ. 12 വോൾട്ട് ബാറ്ററിയിൽ എന്താണ് 10 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഈ ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യണം, യൂസ് ചെയ്ത് നോക്കണം, വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അവിടെ ചാർജ് ചെയ്തിട്ടും നമ്മൾ ഈ വോൾട്ടേജ് 12 വോൾട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്താണ്, ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിൽ 12 വോൾട്ട് നിലനിൽക്കാത്തത്. അത് നമുക്ക് ബാറ്ററിയുടെ ചെക്കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അതിൽ നമുക്ക് 10 വോൾട്ടേജ് കിട്ടി. ഇനി നമുക്ക് വലുതിൽ നിന്ന് ഓടുന്ന ഒരു ചെറിയ ബാറ്ററിയിലോട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു റിമോട്ട് എടുത്തിരിക്കുന്നത്. റിമോട്ടിലെ നമ്മളെ AA ബാറ്ററി. ഓക്കെ, റിമോട്ടിലെ ചെറിയ ബാറ്ററി ഇതാണ് നമ്മൾ കോമൺ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഈ ബാറ്ററി ഓൾറെഡി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലോട്ടായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇതിനകത്ത് വോൾട്ടേജ് കാണിക്കും. ഓക്കെ, നമുക്കപ്പോൾ റിമോട്ടിലെ ബാറ്ററിയിൽ നമ്മൾ ലീഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ബാറ്ററിയുടെ വോൾട്ടാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ഒരു ബാറ്ററിയിലെ വോൾട്ടേജ് കാണിക്കേണ്ടത് 1.521, 1ലും 2ലായിട്ട് നിൽക്കേണ്ടത്. ലൂസ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ടാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ റിമോട്ടിലെ ഒരു ബാറ്ററിയുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ് 1.51, അതായത് ഒരു 1.5 വോൾട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ, റിമോട്ടിലെ ബാറ്ററിയിൽ. അപ്പോൾ 2 ബാറ്ററി ഇടുമ്പോൾ 2 ബാറ്ററിയും കൂടിയിട്ട് നമുക്ക് എന്താണ് 3 വോൾട്ട് സപ്ലൈ ഈ ഒരു റിമോട്ടിൽ നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് അങ്ങനെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബാറ്ററി തീരാറായോ എന്നൊക്കെ നമുക്ക് ഇതുപോലെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിനകത്തുള്ള ബാറ്ററി ഇപ്പോൾ ചാർജ് ഉള്ളൊരു ബാറ്ററിയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതെന്നുള്ള ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്ററിൽ ഇപ്പോൾ DC വോൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയും. അതായത് നമ്മൾ AC വോൾട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ AC വോൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ പ്ലഗിൽ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. AC വോൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്നുമില്ല. ഇതിൽ നേരെ നമ്മൾ റീഡിങ് കൊടുത്തിരിക്കുന്നത് 750 to 200 വോൾട്ടാണ്. നമ്മൾക്ക് സപ്ലൈ വരുന്നത് 230 വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ 750 ഡിജിറ്റ്സിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് നമ്മളെ സ്വിച്ച് സോക്കറ്റുകളിലൊക്കെ എന്താണ് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് സപ്ലൈ കറക്റ്റാണെന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വയറിൻ്റെ കണക്ടിവിറ്റിയാണ്. അതായത് വയറിൽ നമുക്ക് എങ്ങനെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ നമുക്ക് കാണിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് നമുക്കിവിടെ ഒരു വൈഫൈ ചിഹ്നം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ താഴെയായിട്ടൊരു വൈഫൈ എംബ്ലം പോലെ കാണാൻ കഴിയും. ഈ ഒരു ചിഹ്നം നമുക്ക് കണക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ കാണുന്ന ഒരു കണക്ഷനിലേക്ക് എന്താണ് നമ്മളെ പ്രോബ് വീണ്ടും നമ്മൾ തിരിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഇതിലോട്ട് സെറ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഡ്സ് തമ്മിലൊന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഒരു ബസർ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ബസർ സൗണ്ട് കണക്ടിവിറ്റി ഓക്കെ ആണെന്നുള്ളതാണ് ഈ ഒരു ബസർ സൗണ്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ഒരു വയറായാലും ഒരു കണക്ഷൻ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വോൾട്ടേജ് കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ബസർ സൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഡിജിറ്റ്സിലും സീറോ വാല്യൂ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് തന്നെ കണക്ടിവിറ്റി മനസ്സിലാക്കാനാണ്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നതിൽ ലൂസ് കോണ്ടാക്ട് വരുന്നതനുസരിച്ച് ഡിജിറ്റ്സിൽ 1, 2 എന്ന് ഡിജിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അത് സീറോ വാല്യൂ ആണ് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു വയറോ എന്തെങ്കിലും കണക്ടിവിറ്റിയോ ചെക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണക്ടിവിറ്റി കാണിക്കാനായിട്ട് ഒരു വയറിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്.
ഓക്കെ, ഇതിൽ നമ്മൾ കണക്ടിവിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വയറിൽ എന്താണ്, ഈ വയറിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് വയറിങ് കട്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിന് പകരം നമ്മൾ എന്താണ് ഇതുപോലെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് നോബുകളിലായിട്ട് നമ്മൾ എന്താണ് ഈ വയറുകൾ ഒന്ന് തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് രണ്ട് ലീഡുകളും തമ്മിൽ കണക്ട് ചെയ്യേണ്ട ബസർ ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ കഴിയും. ഓക്കെ, ഈ വയറിൻ്റെ കണക്ടിവിറ്റി എന്നാൽ കണ്ടിന്യൂറ്റി എന്താണ് ഓക്കെയാണ്. കാരണം ഈ വയറിൻ്റെ അകത്ത് എന്താണ് കണക്ഷൻ ഒന്നും കട്ടായിട്ടില്ല, പ്രോപ്പറാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനങ്ങളിലൊക്കെ വയറിംഗ് ഒക്കെ എന്താണ് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻസുലേഷനൊക്കെ വിടിയിക്കാതെ ഒരു പ്ലഗിൽ അല്ലെങ്കിൽ ഒരു കണക്ടറിൻ്റെ അറ്റത്ത് നിന്നും മറ്റൊരു അറ്റത്തേക്ക് എങ്ങനെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ കണക്ടിവിറ്റി വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റൻസ്, ഓം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഈ ഒരു വോൾട്ടേജ് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ഈ മൾട്ടിമീറ്ററിൻ്റെ അകത്ത് നമുക്കൊരു പിന്നിലായിട്ട് 9 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. ആ ബാറ്ററി സപ്ലൈയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്റർ പ്രോപ്പറായിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. ഓക്കെ, സെൻട്രലായിട്ട് ഓഫ് എന്ന് കാണാൻ കഴിയും. ഈ മാർക്കിംഗ് ഓഫിലോട്ട് വെച്ചാൽ മാത്രമേ മൾട്ടിമീറ്റർ ഓഫ് ആവുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം മൾട്ടിമീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന റീഡിങ്ങുകളൊന്നും തന്നെ കറക്റ്റായിട്ട് കാണിക്കില്ല. ഇതിനകത്ത് ബാറ്ററി ലോ കാണിക്കും. അതുപോലെ തന്നെ മൾട്ടിമീറ്ററിൽ തെറ്റായ റീഡിങ്സ് ആയിരിക്കുള്ളൂ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ അറിവുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.